2019 പോലെ ഒരു BJP വിരുദ്ധതയൊന്നും ഇത്തവണ കേരളത്തിലുണ്ടാകില്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിൽ BJP അതേഴ്സിൽ ഉൾക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയായിരുന്നു. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഒരു മോദി തരംഗമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJPക്ക് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് രാജ്യത്തുടനീളം പ്രകടവുമാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ഷാഫി പറമ്പിലിനെ പോലെ UDFന്റെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിക്ക് ഇ ശ്രീധരനെ പോലെ BJPയുടെ നേതാവിനെ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ ഏറെ ബുദ്ധിമുട്ടി തോൽപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് BJPയുടെ വളർച്ചയെ തന്നെയാണ് കാണിക്കുന്നത്. കാലാകാലങ്ങളായി ബദ്ധശത്രുക്കളായിരുന്ന UDFും LDFും ചിലയിടങ്ങളിൽ BJPയെ തോൽപ്പിക്കണം എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ പുറത്ത് വോട്ടുകൾ മാറ്റിക്കുത്തുന്നതായി വാർത്തകൾ വന്നു തുടങ്ങിയിരുന്നു. അത് 2019 2021 ഇപ്പോഴിതാ 2024 തിരഞ്ഞെടുപ്പിലും അങ്ങനെയുള്ള പദ്ധതികൾ നടക്കുന്നു എന്ന വാർത്തകൾ പ്രബലമാണ്. ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് എന്താണ്? ഇന്ത്യ സഖ്യം കേരളത്തിന് പുറത്ത്, രണ്ട് തട്ടിൽ മത്സരിക്കുന്ന LDFും UDFും കേരളത്തിനകത്ത് അപ്രഖ്യാപിത ഇന്ത്യ സഖ്യമായി പ്രവർത്തിക്കുന്നു എന്നത് നമുക്ക് പറയാൻ സാധിക്കും. BJP ഉയർന്നു വരാൻ സാധ്യതയുള്ള തൃശ്ശൂരിലും തിരുവനന്തപുരം അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം കാര്യമായ രീതിയിൽ LDF ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് LDF വോട്ടുകൾ UDFന് അങ്ങോട്ടോ, അതുപോലെ UDF ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് UDF വോട്ടുകൾ LDFന് ഇങ്ങോട്ടോ മറിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ, അതായത് അങ്ങനെ ഒരു അടിയൊഴുക്ക് സംഭവിച്ചില്ല എങ്കിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ആറ്റിങ്ങലിലും അങ്ങനെ BJPയുടെ 6 A+ മണ്ഡലങ്ങളിലും വിജയസാധ്യത BJPക്ക് വളരെ ഏറെയാണ്. ആറ്റിങ്ങലിലാണ് 2019 തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഒരു ലോക്സഭാ മണ്ഡലം. അന്നതിന് കാരണക്കാരിയായിരുന്നത് ശോഭാ സുരേന്ദ്രനാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പലയിടത്തും കോൺഗ്രസ് ഷുവർ സീറ്റ് പറയുന്നുണ്ട്. ആലപ്പുഴയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലം. പക്ഷേ അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന BJPയുടെ സ്ഥാനാർത്ഥി ഒരു പ്രധാന ഘടകം തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ എത്ര ശതമാനം വോട്ടുകൾ പിടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും KC വേണുഗോപാലിൻ്റെ ജയപരാജയങ്ങൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മൃഗീയമായ ഭൂരിപക്ഷം നേടാൻ സാധിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. അതേ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ കാലങ്ങളായി വലിയ ശക്തിയായി നിലകൊള്ളാത്ത BJPയുടെ ഇത്തവണത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. വയലാറും പുന്നപ്രയും അടക്കമുള്ള സമര പോരാട്ട വീഥികൾ നിരവധിയുള്ള ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് കരുത്തില്ലാതിരുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ BJP ശക്തി പ്രാപിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരുപക്ഷെ 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ശക്തമായ വേരുകൾ ഉണ്ടാകാനുള്ള എല്ലാ അടവുകളും BJP പയറ്റുന്നതാണ്. അത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനിലൂടെ മാത്രമായിരിക്കില്ല. ഇന്ന് LDFന്റെയും UDFന്റെയും ശക്തി കേന്ദ്രങ്ങളായി നിലകൊള്ളുന്ന പല മണ്ഡലങ്ങളിലും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ BJP സ്വാധീനമുണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതകളുമുണ്ട്. സ്വാഭാവികമായും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി BJP മാറിയേക്കും. ഇനി 2024 തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിനെയെല്ലാം മറികടക്കാൻ സാധിക്കുന്ന മറ്റൊരു അനുകൂല ഘടകം കൂടിയാണ്. അത് മറ്റൊന്നുമല്ല, LDFന് എതിരായുള്ള ഭരണവിരുദ്ധ വികാരമാണ്. കേരളത്തിൽ ഒന്നടങ്കം ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ BJPയും UDFും ഒരുപോലെ ശ്രമിക്കുന്നതാണ്. ജനങ്ങളുടെ സർക്കാരിനെതിരെയുള്ള ജനരോഷം വോട്ടാക്കി മാറ്റാനായിരുന്നു പ്രതിപക്ഷവും BJPയും കണക്കുകൂട്ടിയത്. അങ്ങനെ പ്രതിപക്ഷത്തിനും അതുപോലെ BJPക്കും ഈ ഒരു ഭരണവിരുദ്ധ വികാരത്തെ ആളിക്കത്തിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു ഭരണവിരുദ്ധ വികാരത്തിന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് UDFന് അനുകൂലമാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതിന് നിരവധി കാരണങ്ങൾ പ്രതിപക്ഷം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. UDFനോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പ്രാദേശിക, സംസ്ഥാന, ദേശീയ നേതാക്കളെല്ലാം
കോൺഗ്രസ് എന്ന പാർട്ടി ഉപേക്ഷിച്ച് BJPയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് BJPക്കാണ്. അത് കോൺഗ്രസിനോട് അനുഭാവമുള്ള ജനതയാണെങ്കിലും, ഇനി അതല്ല LDFിനോട് അനുഭാവമോ വിദ്വേഷമോ ഉള്ള ജനതയാണെങ്കിൽ പോലും BJPക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അത് UDFിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് മാത്രമല്ല ഇതിനൊരു കാരണമായി എടുത്തു പറയേണ്ടത്. നേതാക്കൾക്കിടയിലെ ഭിന്നത, പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ ഒക്കെ UDFിനെ ഏറെ തളർത്തിയിരുന്നു. കൂടാതെ പല ദേശീയ വിഷയങ്ങളോട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് സംസ്ഥാനത്ത് തിരിച്ചടിയായിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിലും രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിച്ചിരുന്നില്ല എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. ശക്തമായ ഒരു നേതൃത്വമില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ വലിയൊരു പോരായ്മയാണ്. വെറും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ പാർട്ടി ഉപേക്ഷിച്ച് BJPയിലേക്ക് പോകുന്ന നേതാക്കളെ, അല്ലെങ്കിൽ അങ്ങനെയൊരു പാർട്ടിയെ എന്തിനു വിശ്വസിക്കണമെന്നാണ് ജനങ്ങൾ ചിന്തിക്കുക. നിലപാടില്ലായ്മയും പാർട്ടിക്കുള്ളിലെ സ്വരച്ചേർച്ചയില്ലായ്മയും സ്വന്തം പാർട്ടി നേതാക്കളെ തന്നെ തഴയുന്നതും കസേരയ്ക്ക് വേണ്ടിയുള്ള തമ്മിൽ തല്ലുമെല്ലാം ജനങ്ങൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടതു വലതു ഭരണകൂടങ്ങൾ നിരവധി തവണ മാറി മാറി കേരളം ഭരിച്ചിട്ടും ഇവിടെ യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കുള്ളിലുണ്ട്. അല്ലെങ്കിൽ ഇത്തവണ BJPക്ക് ഒരു അവസരം കൊടുത്തു നോക്കാം, അവർ അധികാരത്തിൽ വന്നാൽ ഏത് രീതിയിൽ ഭരിക്കുമെന്ന് നോക്കാം എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുത്താൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചരിത്രമായിരിക്കും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും BJP വിജയിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20ൽ 12 മണ്ഡലങ്ങളിലും ജയിച്ചു കയറാനാകുമെന്ന് LDFും 20ൽ 20 സീറ്റും നേടുമെന്ന് UDFും പ്രതീക്ഷ വയ്ക്കുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഇത്തവണത്തേത് എന്നാണ്. മുൻപുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കാതിരുന്ന BJPക്ക് എന്നാൽ ഇത്തവണ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. BJPയുടെ A+ മണ്ഡലങ്ങളായി കരുതുന്ന 6 മണ്ഡലങ്ങളും BJPയുടെ വിജയസാധ്യത തള്ളിക്കളയാനാകില്ല.